നമസ്കാരം. കേരളത്തിൽ അതിഥി തൊഴിലാളികൾക്ക് വീട് വാടകയ്ക്ക് കൊടുത്ത് ഉപജീവനം നടത്തുന്ന നിരവധി പേരുണ്ട്. അവരറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിലേ പണി വരുവേ. ഇനി മുതൽ ചില കാര്യങ്ങൾ സർക്കാർ കർശനമാക്കിയിരിക്കുകയാണ്. അതായത് ഇത്തരം തൊഴിലാളികൾ ഈ നാട്ടിൽ വരുന്നവർക്ക് അവർ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ഈ നാട്ടിൽ ചെയ്യുന്ന സംഭവവികാസങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ ഈ താമസക്കാർക്ക് ഒരു പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷനും രജിസ്ട്രേഷൻ സംവിധാനവും കൊണ്ടുവരാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രത്യേക പോർട്ടൽ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലാക്കിയിരിക്കണേ, ഇല്ലെങ്കിൽ അമ്പാനെ ഊപ്പാട് ഒന്നുകൊണ്ട് അവസ്ഥ ഉണ്ടാകും. ഇനിയിപ്പോ ഈ തൊഴിലാളികൾ എവിടെയാണോ താമസിക്കുന്നത്, തൊഴിൽ ദാതാവിനും തൊഴിൽ ദാതാവില്ലാതെ പലതരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോകുന്നവർക്ക് താമസ സ്ഥലത്തിന്റെ ഉടമസ്ഥനുമാണ് ഇവരുടെ ഉത്തരവാദിത്വം വരുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ പെട്ടു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ആരുടെ തലയിൽ വരും? നിങ്ങളുടെ തലയിൽ വരും. അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു നിർണായക തീരുമാനമുണ്ട്. കൊച്ചിയിലെ പെരുമ്പാവൂരിൽ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായത് നമുക്കറിയാലോ. ഒപ്പം കോഴിക്കോട് ട്രെയിൻ തീയിട്ട സംഭവം, ഇതെല്ലാം അന്യ സംസ്ഥാന തൊഴിലാളികൾ ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്ന സന്ദർഭത്തിലാണ് അതിഥി തൊഴിലാളികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമം കർശനമാക്കാനും ഇവർക്കൊരു യുണീക്ക് ഐ ഡി കൊടുക്കാനായിട്ട്, അതായത് ആധാർ പോലെ ഓരോ വ്യക്തിയും ഈ നാട്ടിലേക്ക് വരുന്നവർക്ക് ഒരു ഐ ഡി, ആ ഐ ഡി നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഏത് പോലീസ് സ്റ്റേഷനിലും കിട്ടുന്ന ഒരു സാഹചര്യം, ആ രീതിയിൽ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കേട്ടോളൂ. എന്താണ്, എങ്ങനെയാണ് അത് നടപ്പാക്കാൻ പോകുന്നതിനെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് ഇന്നിപ്പോ പുറത്തു വന്നിട്ടുള്ള ഒരു സർക്കാരിന്റെ നിർദ്ദേശങ്ങളുണ്ട്. അതൊന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ കൃത്യമായിട്ട് അതൊന്ന് കേട്ട് മനസ്സിലാക്കി ഇടപെട്ടാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. കാര്യം അതിഥി തൊഴിലാളികളെ ഇവിടെ വളരെയധികം നമ്പർ കൂടിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും, അതായത് പ്രത്യേകിച്ച് നിർമ്മാണ പ്രവർത്തന മേഖലകളോ ഇങ്ങേറ്റം തെങ്ങിക്കയറാൻ വരെ ഇപ്പോൾ അതിഥി തൊഴിലാളികളെ ആശ്രയിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ അത്തരം ആൾക്കാർ നിരവധി നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അവർക്ക് പലതരത്തിൽ തൊഴിലുകൾ നൽകുന്നവരുണ്ട്. ഒപ്പം തന്നെ താമസ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ക്യാമ്പ് ഷെഡുകൾ ഇവരെ താമസിപ്പിച്ചിരിക്കുന്ന അനവധി പേരുണ്ട്. അപ്പോ അവർ വളരെ ശ്രദ്ധാപൂർവ്വം ഇത് കേട്ടിരിക്കണം. ആ കേട്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ അതെന്താണ് സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന പുതിയ നിർദ്ദേശങ്ങളെന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതിഥി തൊഴിലാളി രജിസ്ട്രേഷന് ഏകീകൃത പോർട്ടലും മൊബൈൽ ആപ്ലിക്കേഷനും വികസിപ്പിക്കും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനം കൈക്കൊണ്ടത്. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ആധാർ അധിഷ്ഠിതമായ യുണീക്ക് നമ്പർ നൽകി വിവിധ ഏജൻസികൾക്ക് വിവരങ്ങൾ ലഭ്യമാക്കും. രജിസ്ട്രേഷന്റെ ഉത്തരവാദിത്തം തൊഴിൽ ദാതാവിൽ നിക്ഷിപ്തമാക്കും. സ്ഥിരമായ തൊഴിൽ ദാതാവില്ലാത്ത വഴിയോരങ്ങളിലും മറ്റും തൊഴിൽ തേടുന്നവരുടെ രജിസ്ട്രേഷൻ തൊഴിലാളികളെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമസ്ഥനിൽ നിക്ഷിപ്തമാക്കും. കേട്ടല്ലോ, ഇവർ ഇവിടെ ഈ നാട്ടിൽ വന്നതിന് ശേഷം പലരും പല ആൾക്കാരോടാണ് ജോലിക്ക് പോകുന്നത്. സ്ഥിരം ഒരിടത്ത് പോവുകയാണെങ്കിൽ തൊഴിൽ ദാതാവിനാണ് ഉത്തരവാദിത്തം. അല്ലാതെ എന്ത് ജോലിക്കും ആര് വിളിച്ചാലും പോകുന്ന രീതിയിൽ വന്ന് എവിടെയെങ്കിലുമൊക്കെ താമസിച്ച് അവർ പോകുന്നവരാണെങ്കിൽ അവരുടെ ഉത്തരവാദിത്തം ആ വീട് വാടകയ്ക്ക് കൊടുക്കുന്നവരുടെ ഉത്തരവാദിത്തമായിരിക്കും. അതിന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് കൂടി നിങ്ങൾ കേട്ടോളൂ. തൊഴിലാളികളെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമസ്ഥനിൽ നിക്ഷിപ്തമാക്കും. ജോലിയിൽ നിന്നോ താമസ സ്ഥലത്ത് നിന്നോ വിട്ടുപോകുന്ന പക്ഷം തൊഴിൽ ദാതാവ് അല്ലെങ്കിൽ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമസ്ഥൻ തന്റെ രജിസ്ട്രേഷൻ അക്കൗണ്ടിൽ നിന്നും ഇവരെ ഒഴിവാക്കണം. പുതിയ സ്ഥലത്ത് ജോലിക്കോ താമസത്തിനോ ചെല്ലുമ്പോൾ തൊഴിലാളികളുടെ യുണീക്ക് നമ്പർ ഉപയോഗിച്ച് പുതിയ ഉടമയുടെ കീഴിൽ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും. തൊഴിൽ ദാതാവ്, ലേബർ കോൺട്രാക്ടർമാർ, അതിഥി തൊഴിലാളികളെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമകൾ എന്നിവർ ലേബർ ഓഫീസിൽ തങ്ങളുടെ വിശദാംശങ്ങൾ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ഐ ഡിയും പാസ്വേഡും സ്വന്തമാക്കണം. ഇവ ഉപയോഗിച്ച് തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിപ്പിക്കുന്ന അതിഥി തൊഴിലാളികളെ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യിപ്പിച്ചിരിക്കണം. കാര്യം തൊഴിൽ ദാതാവിനും അല്ലെങ്കിൽ ഈ തൊഴിലാളികളെ താമസിപ്പിച്ചിരിക്കുന്ന ഹൗസ് ഓണർക്കുമാണ് ഇതിന്റെ ഉത്തരവാദിത്തം. നിങ്ങൾ ലേബർ ഓഫീസിൽ പോയി ഇവരുടെ വിശദാംശങ്ങൾ കൊടുത്ത് ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉണ്ടാക്കി, ഏത് ഈ ആപ്ലിക്കേഷനകത്ത് ഒരു ലോഗിൻ ഐ ഡിയും പാസ്വേഡും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ആരെയാണോ താമസിപ്പിച്ചിരിക്കുന്നത് അവരെ കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കൃത്യമായി തന്നെ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. തീർന്നില്ല, തൊഴിൽ, വ്യവസായ, തദ്ദേശ സ്വയംഭരണ, പോലീസ് വകുപ്പുകൾ നിർവഹിക്കേണ്ട ചുമതലകളും നടപടികളെ സംബന്ധിച്ച് വിശദമായ മാർഗരേഖ പുറപ്പെടുവിക്കുന്നതിന് തൊഴിൽ വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്യും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുന്നതിന് സംസ്ഥാന, ജില്ലാ, താലൂക്ക് തലങ്ങളിൽ കോർഡിനേഷൻ സമിതികൾ രൂപീകരിക്കും. ഓരോ വകുപ്പിലും നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തും. ലേബർ കോൺട്രാക്ടർമാർ, സ്ഥാപന ഉടമകൾ,
താമസിപ്പിക്കുന്ന കെട്ടിട ഉടമകൾ എന്നിവർക്ക് തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നതോ താമസിക്കുന്നതോ ആയ അതിഥി തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്നതിന് ബോധവൽക്കരണ പരിപാടികളും ക്ലാസുകളും നടത്തും. 1979 രൂപീകരിച്ച നിയമമാണ് നിലവിലുള്ളത്. പുതിയ തൊഴിൽ സാഹചര്യത്തിനനുസരിച്ച് രജിസ്ട്രേഷൻ നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ആവശ്യമെങ്കിൽ നിയമത്തിൽ കാലികമായ മാറ്റങ്ങൾ വരുത്തി ഭേദഗതി ചെയ്യുമെന്നും സംവിധാനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇതിനെല്ലാം ഒരു ഏകീകൃത സംവിധാനം വരുന്നു എന്നുള്ളതാണ് വസ്തുത. നേരത്തെ ആരൊക്കെയോ വരുന്നു, എവിടെയൊക്കെ താമസിക്കുന്നു, എന്തൊക്കെയോ ജോലി ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് പോയതിനു ശേഷം ഇനിയിപ്പോ ഈ നാട്ടിൽ എത്ര അതിഥി തൊഴിലാളികളുണ്ട്, അവർക്കൊരു യുണീക്ക് ID കൊടുത്തതിന് ശേഷം ഇവർ ഇപ്പോൾ ആരോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട്, എവിടെ താമസിക്കുന്നുണ്ട് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ രേഖകൾ ഉണ്ടാക്കുകയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതിലൂടെ ഇത്തരം ആൾക്കാർ ഈ നാട്ടിലേക്ക് കടന്നു വന്നതിന് ശേഷം എന്ത് തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് ഈ നാട്ടിൽ നിന്ന് മുങ്ങിക്കളഞ്ഞാലും അവരെ സംബന്ധിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും എടുത്ത് ആളെ പെട്ടെന്ന് കണ്ടെത്തി ആ കുറ്റകൃത്യത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഈ നാട്ടിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അവരെ കണ്ടെത്തുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കാനും എളുപ്പ വഴിയായിട്ടാണ് ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പാക്കാനും ഈ നാട്ടിൽ വന്നതിന് ശേഷം അവർ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴിലില്ലാതെയും അല്ലെങ്കിൽ ചൂഷണത്തിന് വിധേയമാകുന്ന അവസരം എല്ലാം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതിന്റെ ബാധ്യത കൂടുതലായി വന്നു ചേരാൻ പോകുന്നത് തൊഴിൽ ദാതാവിനും ഒപ്പം കെട്ടിട ഉടമകൾക്ക് അല്ലെങ്കിൽ ഹൗസ് ഓണർമാർക്കാണ്. അവർ ഈ കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ വരും കാലങ്ങളിൽ എങ്ങനെയും ആർക്കെങ്കിലും ഒക്കെ ക്യാമ്പ് ഷെഡ് കെട്ടി അതിനകത്ത് താമസിപ്പിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ വലിയ പണികൾ വാങ്ങി വെക്കുകയെ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം ലേബർ കമ്മീഷണർ ഓഫീസറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്തിരിക്കുക. അത് നിങ്ങൾക്ക് തന്നെ നാളുകളിൽ ഗുണകരമായി മാറത്തേ ഉള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുകയാണെങ്കിൽ ഓടേണ്ടി വരുന്നത് നിങ്ങളായിരിക്കും. അതുകൊണ്ട് റിസ്ക് ഒഴിവാക്കാൻ ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ് സമാധാന ജീവിതത്തിന് ഉചിതമെന്ന് മാത്രമേ പറയാനുള്ളൂ.